നമുക്ക് ഇച്ചിരി പൂരി ഉണ്ടാക്കിയാലോ? റവപ്പൂരി ഉണ്ടാക്കാം നമുക്ക്. റവപ്പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ സ്റ്റീൽ ഗ്ലാസ്സിന് 3 ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിയാണ്. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 1 ഗ്ലാസ് റവയും കൂടി ഇട്ട് കൊടുക്കാവേ. ഞാനിവിടെ ചൂടുവെള്ളം ഒഴിച്ചാണ്, ഒത്തിരി ചൂടല്ല, ചെറിയ ചൂട്. കുറേച്ച് നമുക്ക് കുഴച്ച് ശരി മയപ്പെടുത്തിയെടുക്കാം ഇത്. അപ്പം നമ്മുടെ പൂരിക്കുള്ള റവപ്പൂരിക്കുള്ള മാവ് ഇവിടെ കുഴച്ച് റെഡിയായി കേട്ടോ. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് തടവി വെക്കാം നമുക്ക്. ഈ മാവിനെ നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ. ഒരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ്. പൂരി റെസ്റ്റ് ചെയ്യുന്ന ആ സമയത്തിന് നമുക്കൊരു ബാജി ഉണ്ടാക്കാം. എണ്ണ ചൂടായി, നമുക്ക് ഇച്ചിരി കടുകിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇച്ചിരി ഇഞ്ചിയും പച്ചമുളകും കരിയാപ്പിലയും ഉള്ളിയും എല്ലാം കൂടെ അരിഞ്ഞ് വെച്ചത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കാവേ. നമുക്ക് ഇച്ചിരി മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ. നമ്മൾ പുഴുങ്ങി ഉടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കിഴങ്ങിനെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാമായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിങ്ങനെ കുറുകിയിരിക്കുക. ലാസ്റ്റത്തെ മല്ലിച്ചപ്പ് തൂവി കൊടുക്കുക. ഇതാണ് നമ്മുടെ ബാജിക്കറി ഇവിടെ റെഡിയായി. ഇങ്ങനെ കുഞ്ഞു ഉണ്ടയാക്കി ഇവിടെ മാറ്റി വയ്ക്കുക അല്ലേ? അപ്പോൾ നമുക്ക് എളുപ്പമാവും. അപ്പോൾ നമ്മുടെ പൂരി ഇവിടെ പരത്താം. നമുക്ക് ഈ ചപ്പാത്തി പ്രസ്സേൽ നമുക്ക് പരത്തി അതിനകത്തോട്ട് ഇടാവേ. ഇത് എണ്ണയിലോട്ട് അങ്ങിട്ട് കൊടുക്കാം. നമ്മുടെ റവ പൂരി ഇതാ പൊങ്ങി വന്നിരിക്കുന്നു. ഈ മീഡിയം തീ വെച്ച് കൊടുത്താൽ മതി. ഇതാ നല്ല ക്രിസ്പി. നമുക്ക് ഇത് നമ്മുടെ പൂരി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. ടേസ്റ്റ് എങ്ങനെയുണ്ട്? അടിപൊളി. പൂരി എല്ലാം ഇവിടെ ഫിനിഷായി. നിറഞ്ഞ പാത്രം പൂരി എല്ലാമായി നല്ല അടിപൊളിയായി വീർത്ത് വന്നിട്ടുണ്ട്. ബൈ.